ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. മഹദി പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എൻ്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിതാവ് വിശദീകരിച്ചു. ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം തൻ്റെ അനുയായികൾക്ക് ഈ ദുആ പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് പർവ്വതം പോലെയുള്ള സ്വർണത്തിൻ്റെ കടമുണ്ടായാലും അള്ളാഹുവിനോട് ഈ ദുആ ചെയ്താൽ അള്ളാഹു ആ കടം വീട്ടിത്തരും. اللهم فارج الهم كاشف الأم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تعينيني بها عن رحمة من سواك. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് കുറച്ച് കടം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ കടത്തെ വെറുക്കുന്നയാളായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥന പതിവാക്കി. ഫലമായി അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി എൻ്റെ കടം വീട്ടി തന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമൈസിൻ്റെ പുത്രി അസ്മായ റളിയല്ലാഹു അൻഹക്ക് ഞാനൊരു ദീനാർ 3 ദിർഹവും കൊടുക്കാനുണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കടം വീട്ടാൻ കാശില്ലാത്തതിനാൽ അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഞാൻ ലജ്ജിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കകം അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി. അതെനിക്ക് ലഭിച്ച ധർമ്മമോ ഞാൻ അനന്തരമായി ലഭിച്ച സ്വത്തോ ആയിരുന്നില്ല. അങ്ങനെ അള്ളാഹു എൻ്റെ കടം വീട്ടി തന്നു. ഞാൻ എൻ്റെ കുടുംബത്തിൽ നല്ലപോലെ വിഭജിച്ചു കൊടുത്തു. 3 ഊക്കിയ വെള്ളി കൊണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിക്ക് ഞാൻ ആഭരണം അണിയിച്ചു. അതിനുശേഷം നല്ലൊരു സംഖ്യ എനിക്ക് ശേഷിച്ചിരുന്നു.